ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ 5th ചാപ്റ്റർ അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിലെ എക്സസൈസ് 5.3ലെ 11th ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതിലെ 11th ക്വസ്റ്റ്യൻ, ഇഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടൈംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് പ്രോഗ്രഷൻ ഈസ് 4n minus n square, what is the first term? What is the sum of first two terms? What is the second term? Similarly, find the third, the 10th and the nth terms. ചെയ്ത് നോക്കാം. The sum of the first n terms of an arithmetic progression, അതായത് Sn, നമുക്ക് തന്നിരിക്കുന്ന Snന്റെ ഇക്വേഷൻ, അതായത് Snന്റെ ഓൾജിബ്രിക് ഫോമാണ്, ഈക്വൽ ടു 4n മൈനസ് n സ്ക്വയർ ആണ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇത് സമ്മിൻ്റെ ഓൾജിബ്രിക് ഫോമാണ്. അതുപോലെ നമുക്ക് nth ടേമിന് നമുക്കൊരു ഓൾജിബ്രിക് ഫോം ഉണ്ട്. ഇത് തമ്മിൽ മാറിപ്പോകരുത്. അത് an = എന്ന് പറഞ്ഞിട്ട് n ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ഉണ്ടാവും. അതിവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് ക്വസ്റ്റിനകത്ത്. 10th ആൻഡ് nth ടേംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ nth ടേം എന്ന് പറയുന്നത് അത് n ഉൾപ്പെടുന്ന ഒരു ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും. അതുപോലെ ഇവിടെ n ഉൾപ്പെടുന്ന ഇക്വേഷൻ, ഇവിടെ n സ്ക്വയർ എന്നൊരു ടേം വന്നിട്ടുണ്ട്. ഇത് സമ്മിൻ്റെ ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ ഈ ഇക്വേഷനിൽ n-ന് 1 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് സം ഓഫ് ഫസ്റ്റ് 1 ടേംസ് ഗ്രാമറ്റിക്കലി കറക്റ്റ് അല്ല. എന്ന് വെച്ചാൽ അത് ഒരു ടേം വരെയുള്ളതിൻ്റെ സം, അതായത് ഒരു ടേം, അവിടെ സം അല്ല, അത് ഫസ്റ്റ് ടേം തന്നെ ആയിരിക്കും. നമ്മുടെ എസ്സിന് 1 എന്നുള്ള വാല്യൂ കൊടുത്ത് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ടേം ആയിരിക്കും. അതുപോലെ എസ്സിന്, അപ്പോൾ നമുക്കത് ചെയ്ത് നോക്കാം. S1 ഈക്വൽ ടു നമുക്ക് 4 × 1 മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു 4 മൈനസ് 1 ഈക്വൽ ടു നമുക്ക് 3 എന്ന് കിട്ടും. ഈ 3 എന്ന് പറയുന്നത് S1 ആണ്. സം ഓഫ് ഫസ്റ്റ് 1 ടേംസ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഒരു ടേമിൻ്റെ സമ്മൊന്നും ഒരു ടേം, അതെല്ലാം ഫസ്റ്റ് ടേം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ A = S1 എന്ന് പറയുന്നത് നമുക്ക് A തന്നെയാണ്. A = 3 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മളിവിടെ എസ്സിന് 2 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ അവിടെ കിട്ടുന്നത് സെക്കൻഡ് ടൈം അല്ല എന്നാണ് ഓർത്തിരിക്കേണ്ടത്. സം ഓഫ് ഫസ്റ്റ് 2 ടേംസ് ആണ്. അതായത് ഫസ്റ്റ് ടേമും സെക്കൻഡ് ടേമും കൂടെ കൂട്ടുന്ന ആൻസറാണ് എസ്സിന് 2 എന്നുള്ള വാല്യൂ കൊടുത്താൽ കിട്ടുന്നത്. നമുക്ക് S2 ചെയ്യാം. S2 = 4 × 2 മൈനസ് 2 സ്ക്വയർ ഈക്വൽ ടു 4 × 2 8 മൈനസ് 2 സ്ക്വയർ 4 ഈക്വൽ ടു 8 മൈനസ് 4 = 4 നമുക്ക് കിട്ടും. ഇവിടെ A = നമുക്ക് 3 എന്ന് കിട്ടി. S2 = 4. അത് എന്തല്ല, S2 സെക്കൻഡ് ടൈം അല്ല, ഫസ്റ്റും സെക്കൻഡും ടൈമിൻ്റെ സമ്മാണ് ഈ 4 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് ഇതിൽ നിന്നും സെക്കൻഡ് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ, അതായത് A2 കാണാൻ വേണ്ടിയിട്ട് സെക്കൻഡ് ടൈം വരെയുള്ള 2 ടൈമിൻ്റെ സം, അതായത് S2-ൽ നിന്നും ഒരു ടൈം വരെയുള്ള സം, നമുക്ക് പറയുമ്പോൾ അങ്ങനെ പറയാം. ഒരു ടൈം വരെയുള്ള സം എന്ന് പറഞ്ഞാൽ അത് S1 ആണ്. S2-ൽ നിന്നും S1 കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ടൈം ആയിരിക്കും. അതായത് A2 = നമുക്ക് കിട്ടിയ S2 4 ആണ്. 4 മൈനസ് 3, അപ്പോൾ 4 മൈനസ് 3 = 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടൈം, അതായത് സം എടുക്കുമ്പോൾ സം ആദ്യത്തെ ഒരു ടേമിൻ്റെ സം എന്ന് പറയുന്നതും ആദ്യത്തെ ഒരു ടേമും എല്ലാം ഈക്വൽ ആണ്. അവിടെ നമുക്ക് S1 = 3 എന്ന് കിട്ടി. അത് തന്നെയാണ് A = 3 ആണ്. ഇനി S2 എന്ന് പറയുന്നത് 2 ടേം വരെയുള്ളതിൻ്റെ സം, എന്ന് വെച്ചാൽ ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും സമ്മാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് 4. ഇനി ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും സമ്മിൽ നിന്നും ഫസ്റ്റ് ടൈം കുറച്ചാൽ നമുക്ക് കിട്ടുന്നത് സെക്കൻഡ് ടൈം ആയിരിക്കും. അപ്പോൾ ഇവിടെ A2 കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ സെക്കൻഡ് ടൈം വരെയുള്ള സമ്മിൽ നിന്നും ഫസ്റ്റ് ടൈം കുറച്ചു. അപ്പോൾ ഓർത്തിരിക്കേണ്ട പ്രധാന കാര്യം, ഈ 4 എന്ന് പറയുന്നത് സെക്കൻഡ് ടൈം അല്ല. അപ്പോൾ ആ 4-ൽ നിന്നും ഫസ്റ്റ് ടൈം കുറച്ചപ്പോൾ നമുക്ക് സെക്കൻഡ് ടൈം കിട്ടി. A2 നമുക്ക് 1 ആണ്. നമുക്കിവിടെ A1 = 3 എന്നും A2 = 1 എന്നും കിട്ടി. ഇനി ഇതിൻ്റെ ബാക്കി ചെയ്യാൻ വേണ്ടി സമ്മിൻ്റെ ഇക്വേഷൻ എടുക്കുന്നേക്കാൾ നമുക്ക് എളുപ്പം ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കിട്ടിയ നിലയ്ക്ക് നമുക്ക് ഈ സെക്കൻഡ് ടൈമിൽ നിന്നും ഫസ്റ്റ് ടൈം കുറച്ച് നമുക്ക് D കിട്ടും. അങ്ങനെ D കണ്ടുപിടിച്ചാൽ ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും അറിയാമെങ്കിൽ പിന്നെ ഇതിലെ ഏത് ടൈമും നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ഇതിനകത്ത് നിന്ന് D
ഡി കണ്ടുപിടിച്ചിട്ട് ബാക്കിയുള്ളത് ചെയ്യാം. ഇവിടെ നമുക്ക് എ ഈസ് ഈക്വൽ ടു 3യും A2 സെക്കൻഡ് ടൈം ഈസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഡി ഈസ് ഈക്വൽ ടു A2 മൈനസ് A1 ആണ്. ഈക്വൽ ടു A2 1 ആണ്. 1 മൈനസ് 3 ഈക്വൽ ടു -2. അതായത് ഡി ഈസ് ഈക്വൽ ടു നമുക്ക് -2 എന്ന് കിട്ടി. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് സിമിലർലി ഫൈൻഡ് ദ തേർഡ് 10th ആൻഡ് nth ടേം. അപ്പോൾ ഇവിടുന്ന് തേർഡ് ടേമും 10th ടേമും കണ്ടുപിടിക്കാൻ നമുക്ക് ഇവിടെ ഫസ്റ്റ് ടൈം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം. അപ്പോൾ ഇനി കണ്ടുപിടിക്കേണ്ടത് ഫൈൻഡ് തേർഡ് 10th ആൻഡ് nth ടേമാണ്. അപ്പോൾ ഇവിടെ അത് ഈ സമ്മിൻ്റെ ഇക്വേഷൻ വെച്ച് കാണുന്നതിൽ എളുപ്പം. നമുക്ക് ഫസ്റ്റ് ടൈമും കോമൺ ഡിഫറൻസും അറിയാവുമ്പോൾ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കി ടേംസ് കണ്ടുപിടിക്കാം. ഇവിടെ ഫൈൻഡ് തേർഡ് 10th ആൻഡ് nth ടേം. അപ്പോൾ ആദ്യം നമുക്ക് ഈ nth ടേമിന് ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയാൽ അത് എന്ന് വെച്ചിട്ട് ഈ പറഞ്ഞ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ച് അതിൻ്റെ ഓൾജിബ്രിക് ഫോം. ഇപ്പോൾ സമ്മിൻ്റെ ഇക്വേഷൻ ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് പോലെ നമുക്ക് nth ടേമിൻ്റെ ഇക്വേഷൻ ഉണ്ടാക്കിയാൽ ആ ഇക്വേഷനിൽ നമുക്ക് n 3 എന്ന വാല്യൂ കൊടുത്താൽ തേർഡ് ടേം കിട്ടും, n 10 എന്നുള്ള വാല്യൂ കൊടുത്താൽ 10th ടേം കിട്ടും. അങ്ങനെ നമുക്ക് അതാണ് nth ടേം ഉദ്ദേശിക്കുന്നത്. ആ nth ടേം കണ്ടുപിടിച്ചിട്ട് അതിന് ശേഷം തേർഡും 10th ചെയ്യുവാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ അവിടെ nth ടേമിൻ്റെ ഇക്വേഷൻ നമുക്ക് ഉണ്ടാക്കാം. ഇവിടെ nth ടേം an ഈക്വൽ ടു അത് a പ്ലസ് n-1 ഇൻറ്റു ഡി ആണ്. ഈക്വൽ ടു നമുക്ക് ഇവിടുത്തെ a അറിയാം, a 3 ആണ്. 3 പ്ലസ് n-1 ഇൻറ്റു ഡി -2 ആണ്. അപ്പോൾ -2 ഈക്വൽ ടു 3 പ്ലസ് n-1 ഇൻറ്റു -2 അത് n ഇൻറ്റു -2 മൈനസ് 2n -1 ഇൻറ്റു -2 പ്ലസ് 2 ഈക്വൽ ടു 3യും 2 അപ്പോൾ 5 മൈനസ് 2n. അപ്പോൾ നമുക്കിവിടെ nth ടേം n ഈസ് ഈക്വൽ ടു 5 മൈനസ് 2n നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് ഒരു ആൻസറായി. ഇനി ഇത് ഉപയോഗിച്ച് നമുക്ക് തേർഡ് ടേമും 10th ടേമും കണ്ടുപിടിക്കാം. ഇനി തേർഡ് ടേം A3 ഈക്വൽ ടു 5 മൈനസ് 2n ആണ് നമ്മുടെ nth ടേമിൻ്റെ ഇക്വേഷൻ. അപ്പോൾ 5 മൈനസ് 2 ഇൻറ്റു 3 ഈക്വൽ ടു 5 മൈനസ് 2 ഇൻറ്റു 3 6. 5 മൈനസ് 6 ഈക്വൽ ടു -1 എന്ന് കിട്ടും. ഇനി 10th ടേം A10 ഈക്വൽ ടു 5 മൈനസ് 2 ഇൻറ്റു 10th ടേം ആണ്. അപ്പോൾ 2 ഇൻറ്റു 10 ഈക്വൽ ടു 5 മൈനസ് 2 ഇൻറ്റു 10 20 ഈക്വൽ ടു -15 എന്ന ആൻസർ കിട്ടി. ഇവിടെ ചെയ്തത് ആദ്യം 4n മൈനസ് n² എന്നുള്ളത് സമ്മിൻ്റെ ഇക്വേഷനാണ്. അതിൽ 1 എന്ന വാല്യൂ കൊടുത്തപ്പോൾ ഫസ്റ്റ് ടേം കിട്ടി. അതായത് ഒരു ടേം വരെയുള്ള സം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് ടേം ആണ്. ഇനി n-ന് 2 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ അവിടെ സെക്കൻഡ് ടേം വരെയുള്ള സം, അതായത് ഫസ്റ്റ് ടേമിൻ്റെയും സെക്കൻഡ് ടേമിൻ്റെയും സം. അതിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് സെക്കൻഡ് ടേം കിട്ടും. ഇനി വീണ്ടും സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം കുറച്ചാൽ നമുക്ക് ഡി കിട്ടും. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടേമും ഡിയും നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് പ്രോഗ്രഷൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടി. ഫസ്റ്റ് ടേമും ഡിയും കിട്ടി. ഏത് ടേം വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം. പിന്നീട് അതിൽ നിന്ന് നമ്മൾ nth ടേം കണ്ടുപിടിക്കാനായിട്ടൊരു ഇക്വേഷൻ ഉണ്ടാക്കി. അതായത് nth ടേമിൻ്റെ ഇക്വേഷനിൽ ഈ പ്രോഗ്രഷൻ്റെ വാല്യൂസ് കൊടുത്തു, ഫസ്റ്റ് ടേമിൻ്റെയും കോമൺ ഡിഫറൻസിൻ്റെ വാല്യൂസ് ആ ഇക്വേഷനിൽ കൊടുത്തപ്പോൾ നമുക്ക് nth ടേമിന് അതിൻ്റെ ഓൾജിബ്രിക് ഫോം 5 മൈനസ് 2n എന്നൊരു ഇക്വേഷൻ കിട്ടി. ഇനി ആ ഇക്വേഷനിൽ n-ൻ്റെ വാല്യൂ കൊടുത്താൽ അവിടെ സമ്മല്ല, ഓരോ ടേമാണ് കിട്ടുക. അപ്പോൾ n-ന് 1 എന്ന് കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടും, 2 എന്ന് കൊടുത്താൽ സെക്കൻഡ് ടൈം കിട്ടും, 3 എന്ന് കൊടുത്താൽ തേർഡ് ടൈം കിട്ടും. അങ്ങനെ നമ്മൾ n-ന് 3 എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, നമുക്ക് തേർഡ് ടൈം -1 എന്ന് കിട്ടി. അതുപോലെ ആ ഇക്വേഷൻ ഡയറക്റ്റ് n-ന് 10 എന്നുള്ള വാല്യൂ കൊടുത്താൽ അതിലെ 10th ടൈം കിട്ടും, അത് നമുക്ക് -15 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ സമ്മിൻ്റെ ഇക്വേഷനിൽ കൊടുക്കുന്നേക്കാളും എളുപ്പത്തിൽ ഇത് ചെയ്ത് കഴിഞ്ഞു.